Good afternoon. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay. ഇന്ന് എന്താണ് പരിപാടി? എല്ലാവരും സെറ്റായോ? ഓക്കെ ആണ്. ഓക്കെ. നമുക്കൊരു ആങ്കർ വേണമല്ലോ. ആങ്കർ ആരാ? പ്രോഗ്രാംസ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ചിക്കു ആണ് മാം. ഓക്കെ ഓക്കെ. ചിക്കു. യെസ് മാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? മാം ഓണം സെലിബ്രേഷൻ ആണോ? ആ, ഇന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇതുവരെ കൺഫേം ആയില്ല. ഫ്രൈഡേ എന്ന് കുറച്ച് പേര് പറഞ്ഞ്, തിങ്കൾ എന്ന് പറഞ്ഞ്, ചൊവ്വാന്ന് പറഞ്ഞു. എല്ലാരും തിങ്കളാന്നും പറഞ്ഞിരിക്കുക. മൺഡേ ആണോ? ഓക്കെ. അപ്പോ അശ്വതി മിസ്സിനോട് പറഞ്ഞത് നിങ്ങൾക്ക് കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഫ്രൈഡേ വെക്കാന്നാണ് പറഞ്ഞതല്ലോ. മാം കുറെ പേര് ഫ്രൈഡേ പറഞ്ഞു, കുറെ പേര് മൺഡേ പറഞ്ഞു, കുറെ പേര് ട്യൂസ്ഡേ പറഞ്ഞു. അപ്പൊ ഏതെങ്കിലും കൺഫേം ചെയ്യാൻ ഞാൻ കുറെ തവണ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചതാ. പിന്നെ അവര് കുറച്ച് പേരെ റിപ്ലൈ തരുന്നുള്ളൂ. അപ്പോൾ ഫ്രൈഡേ എന്നുള്ളത് ഇതുവരെ ആരും ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇന്നലെയും കൂടെ ഞാൻ ചോദിച്ച്, 2 ദിവസം മുന്നേയും കൂടെ ചോദിച്ചപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ പ്രോഗ്രാമിന്റെ ലിസ്റ്റ് ഒക്കെ ഇട്ട് കുറച്ച് പേര് ഇന്നത് ചെയ്യാന്നും പറഞ്ഞ് അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്തു. പക്ഷെ ഏത് ദിവസമാണെന്നുള്ളത് കൺഫേം ചെയ്തും ആരും പറഞ്ഞുമില്ല. എല്ലാരും മൺഡേ എന്നും പറഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ട്യൂസ്ഡേ കയറുന്നുണ്ട്. മിസ് ലീവ് ആയിരിക്കും. അപ്പോൾ ട്യൂസ്ഡേക്ക് എല്ലാവരും പ്രിപ്പയർ ആവാട്ടോ. ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ, ഇനി വേറെ ദിവസങ്ങളൊന്നുമില്ല. ട്യൂസ്ഡേക്ക് പ്രിപ്പയർ ആവാം. ഓൾമോസ്റ്റ് പ്രോഗ്രാമിന്റെ ലിസ്റ്റ് ഒക്കെ ഇട്ടു മാം. ഡേ ആണ് കൺഫ്യൂമസ് ആയതുകൊണ്ട് നിന്നത്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അപ്പോ ഓക്കെ മാം. പിന്നെ ഒരു ആങ്കർ വേണം നമുക്ക്. ആങ്കർ ആരെങ്കിലും? ചിക്കു തന്നെ തയ്യാറാവോ? യെസ് മാം, ഞാൻ ചെയ്തോളാം. അപ്പോ ലിസ്റ്റ് പരിപാടി തുടങ്ങുമ്പോൾ എല്ലാവരും സ്വാഗതം ചെയ്യാം. സ്മാരക ഉണ്ടാവും. ലിസ്റ്റ് വേണമെങ്കിൽ സ്മാരക നമുക്കൊന്ന് ഉൾപ്പെടുത്താം. അപ്പോ അവരെ സ്വാഗതം ചെയ്യാം. പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓക്കെ മാം. ആരാ പ്രേയർ പാടുന്നത്? പ്രേയർ പ്രസീതയാ മാം. പ്രസീത. ഞാൻ പറയാം മാം. പ്രയർ Ma'am. Proceed. പറഞ്ഞോളൂ. Next time. Almighty God, make me an instrument of your peace. Where there is hatred, let me sow love. Where there is injury, pardon. Where there is doubt, faith. Where there is despair, hope. Where there is darkness, light. And where there is sadness, joy. O divine Master, grant that I may not so much seek to be consoled as to console, to be understood as to understand, to be loved as to love. For it is in giving that we receive, it is in pardoning that we are pardoned, and it is in dying that we are born to eternal life. Almighty God, bless our college, the management, teaching and non teaching staff, students, parents, and all who enter this temple of wisdom. Shower your grace on us that we grow in knowledge and wisdom, societal responsibility, and concern for the poor and the marginalized. Sign you. Signing Nyanana ma'am, Vidya. Good afternoon, friends. I am very happy to introduce our teacher, Miss Mildros ma'am, who has valuable experience in teaching. She will help you explore, discover, and learn in your own way. Let us welcome her with open hearts. Thank you. Thought. Good afternoon, ma'am and friend. Thought of the day. If you fail, never give up because fail means first attempt in learning. Thank you. Okay.
ജസ്റ്റ് ഇന്നൊരു ആക്ടിവിറ്റി തരാം. ഓക്കെ, ആക്ടിവിറ്റി ഇതാണ്, ടോപ്പിക് തരും, അതിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം. ഓക്കെ ആണോ? വിഷയം ഇതാണ്, ടോപ്പിക് ഇതാണ്, അബൌട്ട് യുവർ ഡ്രീം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് ഒക്കെ ഓർത്തെടുക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് സമയം തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ടോപ്പിക് മനസ്സിലായോ? അബൌട്ട് യുവർ ഡ്രീം. ആർക്കെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടോ? മലയാളത്തിൽ പറയാമോ? ആ, മലയാളത്തിൽ പറയാം. ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ ആണ്. അപ്പൊ ഗായത്രിക്ക് ചിലപ്പോ എന്തെങ്കിലും ഡൗട്ട്, സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവാത്തത് കൊണ്ടാണോ ഗായത്രി? ചിലപ്പോ നെറ്റിന്റെ വല്ല പ്രശ്നം ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടായിരിക്കാം. തയ്യാറായവരുണ്ടെങ്കിൽ സംസാരിക്കാമോ? ഗുഡ് ആഫ്റ്റർനൂൺ മാം. പറഞ്ഞോളൂ. എൻ്റെ പേര് പ്രസീതാണ്. എൻ്റെ ഡ്രീമിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഡ്രീം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കരിയർ അച്ചീവ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആയിട്ട് യൂസ്ഫുൾ ലൈഫ് ജീവിക്കുക എന്നുള്ളതാണ്. ഡ്രീം എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഇപ്പം തന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് അത് നല്ല രീതിക്ക് ജീവിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇപ്പം നമ്മളുടെ സിറ്റുവേഷനിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ഫുൾഫിൽ ചെയ്യാനാണ് ട്രൈ ചെയ്യാറ്. ഒരു ഇപ്പൊ ഒരു സിസ്റ്റർ ആണെങ്കിൽ ആ പാർട്ട് ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, അമ്മയാണെങ്കിൽ ആ പാർട്ട് നന്നായിട്ട്, ഞാനൊരു മകളാണെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ പാരൻസിന് കൊടുക്കുക, ഒരു വൈഫ് ആവുമ്പോൾ അത് ഫുള്ളായിട്ട് എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കുക, ഒരു 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 സ്ഥാപനത്തിന്റെ സ്റ്റാഫ് ആണെങ്കിൽ അത് ഫുൾ ഹാർട്ടായിട്ട് ഡെഡിക്കേഷനോട് കൂടിയിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് എന്ത് ടാസ്ക് ആണെങ്കിലും അങ്ങനെ ഒരു ലൈഫ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്രീം, അല്ലെങ്കിൽ എൻ്റെ ഒരു വേ ഓഫ് ലൈഫ്. അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറണം എപ്പോഴും എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. കരിയർ അച്ചീവ്മെന്റ് ആണെങ്കിൽ നല്ലൊരു റിസർച്ചർ ആവുക, അല്ലെങ്കിൽ നല്ലൊരു ടീച്ചിങ് പ്രൊഫഷൻ, രണ്ടിലും ഷൈൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം മാം. താങ്ക് യു മാം. താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. നെക്സ്റ്റ്. ഹായ് മാം, എൻ്റെ പേര് അനുഷ.
ഡ്രീം ചെറുപ്പത്തിലെ ഒരുപാട് ഡ്രീംസ് ഒക്കെ ഉണ്ടായിരുന്നു മാം. ലൈക് സ്കൂളിംഗ്, കോളേജിന് പോയിട്ടില്ല അൺഫോർച്ചുനേറ്റ്ലി. ആ സമയത്ത് പഠിക്കാൻ പറ്റില്ലായിരുന്നു. സോ ആ സമയത്തൊക്കെ ഒരുപാട് ഡ്രീംസ് ഉണ്ടായിരുന്നു. ചൈൽഡ്ഹുഡ് മുതലേ ഒരു നല്ല ടീച്ചർ ആവണം, അതിനൊക്കെ ചെയ്ത് സാരി ഒക്കെ എടുത്തോണ്ട് ടീച്ച് ചെയ്യാൻ പോകണം. ഒരുപാട് ഹയർ ക്ലാസ്സിന് ടീച്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ചിൽഡ്രൻസിന്, ചെറിയ ചെറിയ ക്ലാസ്സിന് കുട്ടികളെ കളിച്ച്, അതായത് നമ്മളുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡ് പോലെ തന്നെ നമ്മളും അവരുടെ കൂടെ കളിച്ച് ചിരിച്ച് അവരെ ടീച്ച് ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഡ്രീം ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ടായിരുന്നു. ഇടയ്ക്ക് കുറച്ച് ഫിനാൻഷ്യൽ ഇതൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ആ ഡ്രീം അതുപോലെ തന്നെ ഇതായി പോയി. പിന്നെ മാരേജ്, ചിൽഡ്രൻസ്, അങ്ങനെ ലൈഫിന്റെ വേറെ ഒരു സ്റ്റേജിലേക്ക് പോയി. അൺപ്രഡിക്റ്റബിൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്റെ ലൈഫ് ഇങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് പോകൂന്ന് പറഞ്ഞിട്ട്. എവിടെയും എത്താൻ പറ്റാത്ത ഒരു ഇത് എന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. എങ്ങോട്ടും എത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ ഈ ലൈഫും ഹാപ്പിയാണ്. പിന്നീടാണ് പിന്നെയും എന്റെ ഡ്രീമിലേക്ക് ഞാൻ ഓടണം, ലൈക്ക് ഞാൻ അച്ചീവ് ചെയ്യണം, ഇനിയും ടൈം ഉണ്ട് അന്ന് ഓർത്തിട്ട് ഇങ്ങനെ അഗെയിൻ ഞാൻ സ്റ്റഡീസിനെ കണ്ടിന്യൂ ചെയ്തതും ചെയ്യാൻ തുടങ്ങിയതും ഇപ്പൊ എന്റെ ആ ഡ്രീമിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് മാം. താങ്ക് യു മാം. നെക്സ്റ്റ് മഞ്ജു. ഹലോ മാം, എൻ്റെ പേര് മഞ്ജു. എനിക്ക് കുഞ്ഞുനാൾ മുതലേ ടീച്ചർ ആവണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ അത് ഏതൊക്കെയോ വഴിക്ക് പഠിച്ചത് അതായിട്ട് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റിയില്ല. ആയുർവേദത്തിന്റെ ഇതിൽ പോയി. പിന്നെ വേറെ എന്തൊക്കെയോ, അതിൻ്റെ ഇടയ്ക്ക് വിവാഹം, കുഞ്ഞ്. ഇപ്പൊ ആ വഴിക്ക് വന്നേക്കുന്നു. സമൂഹത്തിൽ നല്ലതായിട്ട് ജീവിക്കണം. മഞ്ജുവിന് റേഞ്ച് പോയോ? ഓക്കെ, നെക്സ്റ്റ് ആരാ? ഞാൻ പറയട്ടെ മാം. സുഫി. ഡ്രീം ബേസിക്കലി ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡ്രീം ഫോർ മീ ഇസ് എ സിംഗിൾ ലൈഫ് which I live because everything, the next step which I'm stepping forward is my dream. That might be anything in my life. That might be my parenting habits, my cooking, my everything. Because ഇപ്പം ഞാൻ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് വെക്കുവാണെങ്കിൽ ഞാൻ ഒരു നിമിഷം മുമ്പേ മനസ്സിൽ എൻ്റെ ഒരു ആലോചന ഉണ്ട്. That next time I have to do this, or next moment I have to do this. If I'm talking about my life, I have lived my life in my own way. And in future also, I want to live my life as I wish. I don't want to be dependent to be anyone financially in any way. Because the day you are dependent to anyone, that means your freedom, your dreams has been stopped. If you want to dream your life, you want to live your way, then you have to be self-independent and you should live a life as a free bird. There should be no question mark. There should be nothing. No one should ask you that why you have done this. If someone is questioning about your life, that means you are being restricted. Because there are many people who keep a bird or keep a pet in a cage, right? So at a point, just keep your shoes, keep your foots on their shoes. Like, think that if you are pet and if someone keep you in a cage, how would you feel? Can you dream that next moment I can have chicken, or I can have biryani, or I can go around with my friends? Never. You can't think about that, right? So as per me, I would never allow anyone to stop my life or restrict my life to any point of time. Okay. So for me, each and every moment is my dream. Okay. Next. Divya. ദിവ്യയുടെ ഡ്രീം എന്താ?
വിദ്യ. ആരുല്ലേ? റീന. ഗുഡ് ആഫ്റ്റർനൂൺ മാം. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ എനിക്ക് ഒരു ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഒരു സ്വപ്നങ്ങളോ ഒന്നും ഞാനിപ്പോ കാണാറും ഇല്ല, അതിനെക്കുറിച്ച് ആലോചിക്കാറും ചിന്തിക്കാറും ഒന്നുമില്ല. അതുപോലെ ജീവിതം വെറുത്തുപോയി. കാരണം ഒന്നിനും നമുക്ക് സപ്പോർട്ടായിട്ട് ആരും ഇല്ല. ഇപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വീട്ടുകാർക്ക് വേണ്ടി പഠിച്ചു, അവര് പറയുന്നത് നമ്മുടെ ആഗ്രഹത്തിനൊന്നും ആരും വില കൽപ്പിക്കത്തില്ല. വീട്ടുകാര് പറയും ഇന്നത് പഠിക്കാൻ പോണം, അപ്പൊ അതിൻ്റെതിന് നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ പോലും നമ്മൾ അതിന് പോവും. അങ്ങനെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ ആരും കേട്ടില്ല. പഠിച്ചിട്ട് ജോലിയൊക്കെ കിട്ടിയിട്ട് കല്യാണം മതിയെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷെ കല്യാണം ചെയ്തു, അത് അവരുടെ ഇഷ്ടത്തിന് അവര് പറയുന്ന ആളെ കിട്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജോലിയൊക്കെ വാങ്ങിച്ചു തരും. ഞാൻ ബി.എഡ് കഴിഞ്ഞതായിരുന്നു. അപ്പം അതൊക്കെ ജോലി വാങ്ങിച്ചു തരുമെന്ന് പറഞ്ഞിട്ടാണ് ഒരു കല്യാണം കഴിച്ചത്. അപ്പൊ എനിക്ക് ഹസ്ബൻഡിന്റെ വീട്ടിൽ അമ്മായിച്ചൻ മാത്രമേ ഉള്ളൂ. അപ്പം പുള്ളിക്കാരന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നമുക്ക് ജോലിക്ക് പോയിട്ട് അവിടെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു വർഷം അല്ല, ഒരു മാസം, കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ ജോലിക്ക് പോകാൻ പറ്റി. അത് കഴിഞ്ഞ് ഒരു വർഷം ആയപ്പോൾ കുഞ്ഞായി. പിന്നെ നമുക്ക് ആ വീട്ടിൽ നിന്ന് എങ്ങും പോകാൻ പറ്റത്തില്ല. നമ്മൾ അതിനകത്തിൽ തന്നെ പെട്ടുപോയി. കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല. എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കായി പോയി. ഒരു അസുഖം വന്നാലും എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും എടുക്കാൻ. പിന്നെ നമ്മൾ ഇത്ര പഠിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒന്നിനും സപ്പോർട്ടല്ല. എന്തെങ്കിലും ഒന്ന് പഠിച്ചോളെ, അല്ലെങ്കിൽ ജോലിക്ക് പോയിക്കോട്ടെ, വീട്ടിൽ നിർത്തിയിട്ട് എൻ്റെ വീട്ടിൽ കുഞ്ഞിനെ നിർത്തിയിട്ട് ജോലിക്ക് പോകാന്നുള്ള രീതിയിലാണെങ്കിലും പുള്ളി ഒന്നിനും സപ്പോർട്ടല്ല. ഇപ്പൊ ഞാൻ ഈ പഠിക്കുന്നത് പോലും എൻ്റെ വീട്ടില് അമ്മ പൈസ വന്നിട്ടാണ് ഞാനിപ്പം ഇതിന് ചേർന്നത് പോലും പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് നമ്മള് അല്ലെങ്കിൽ പോട്ടെ, എന്തൊരു കാര്യത്തിനാണെങ്കിലും പുള്ളിയോട് എന്തൊരു കാര്യം പറഞ്ഞാലും പുള്ളി ഒന്നിനും സപ്പോർട്ടല്ല. നമ്മളെ കേൾക്കാനോ കാര്യങ്ങളൊന്നും അന്വേഷിക്കാറോ ഒന്നുമില്ല. കാശ് മാത്രം അയച്ചു തരും. വർഷത്തിലിരിക്കെ അല്ലെ 2 വർഷത്തിലിരിക്കെ പുള്ളി വരും. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ല. പുള്ളി വരും, പുള്ളിയുടെ കൂട്ടുകാരും കാര്യങ്ങളും ഒക്കെ പോകും. അതുകൊണ്ട് ഇപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കും ഇപ്പം അങ്ങനെ എങ്ങനെങ്കിലും ഒക്കെ അങ്ങ് ജീവിച്ച് ഒരു മോളുണ്ട്. അങ്ങനെയൊക്കെ അവിടെ ഇഷ്ടത്തിന് എനിക്ക് പറ്റിയ പോലെ ഒരിക്കലും അവർക്ക് സംഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നും ഇല്ല. എങ്ങനെയൊക്കെ ജീവിച്ചു പോകണം എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മൾ പഠിച്ച് പോയാലും നമുക്ക് സപ്പോർട്ടിന് ആരും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ വീട്ടിനകത്ത് തന്നെ ഒരു അടച്ച അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതാണ് എൻ്റെ ഒരു ജീവിതം. അപ്പോ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? എനിക്കറിയത്തില്ല എന്താകുമെന്ന്. എന്നാലും ആഗ്രഹത്തിന് വീട്ടില് അമ്മ പറഞ്ഞു, നീ ഇപ്പം ഇവിടെ നിൽക്കുവല്ലേ, ഇപ്പൊ നിൽക്കുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വീട് പണി നടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക. അപ്പൊ ആ ഒരു ഗ്യാപ്പില് നീ അല്ല, അച്ഛനാണെങ്കിൽ മോടെ കൂടെ, അതായത് പുള്ളിക്കാരന്റെ മോടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഹസ്ബൻഡിന്റെ പെങ്ങടെ വീട്ടില്. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലുമാണ് താമസിക്കുന്നത്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഈ ഗ്യാപ്പിൽ അമ്മ പറഞ്ഞു വെറുതെ ഇരിക്കണ്ടല്ലോ. ഞാൻ പറഞ്ഞു ബി.എഡ് പഠിച്ചിട്ട് നമുക്ക് സ്കൂളിൽ ഒരിക്കൽ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. നീ എന്തായാലും പഠിച്ച് ചുമ്മാതിരിക്കണ്ടെന്ന് പറഞ്ഞ് പഠിക്കെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ജോലിക്ക് പോകാൻ പറ്റുമോ ഒന്നും എനിക്കറിയത്തില്ല. നമുക്ക് പോവാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും ഓൺലൈനായിട്ടെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ ഓൺലൈനായിട്ട് ചെയ്യാലോ. നോക്കാം. ശരിയാണ്. ദൈവം ഒരാൾ കാണുന്നുണ്ടല്ലോ. ആരും സപ്പോർട്ട് അല്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞൊരു മോളും ഇല്ലേ? മോളിപ്പോ എത്രയിലാ? മോള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 5ാം ക്ലാസ്. ഇനി നെക്സ്റ്റ് ആരാ? നെക്സ്റ്റ് ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ തുടങ്ങിക്കോളൂ. മാം, ഞാൻ പറയട്ടെ.
ഹലോ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. മാം, എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തം കാലിൽ നിന്ന് എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുക എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. ഇപ്പം റീന പറഞ്ഞതുപോലെ എങ്ങും ഒരു സപ്പോർട്ട് ഇല്ലാതെയാണ് ഞാനും പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് എടുത്ത് ചെലവാക്കുമ്പോൾ അതിനുള്ള വാല്യൂ ഉണ്ട്. മറ്റ് ഹസ്ബൻഡ് അടുത്ത് നിന്നായാലും ആവശ്യങ്ങൾ പറയുമ്പോൾ അപ്പോൾ നമുക്ക് അവിടെ ഒരു സ്ഥാനമില്ല. നമ്മുടെ ഫാമിലിയിലായാലും നമുക്ക് ഒരു എന്താ പറയാ, ഒരു സ്ഥാനം ഇല്ലാത്ത പോലാണ് നമ്മളെ അവരൊക്കെ കാണുന്നത്. അപ്പോൾ സ്വന്തം കാലിൽ നിന്നിട്ട് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും നമുക്കൊരു അംഗീകാരം കാണും അല്ലെ. അപ്പോൾ പഠിച്ചിട്ടായാലും ഇത്രയും നാളും സപ്പോർട്ട് ഇല്ലാതെ ജീവിച്ചു. ഇപ്പോ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷമായി. ഇത്രയും നാൾ നമ്മൾ ഹസ്ബൻഡിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും ഒക്കെ ജീവിച്ചു. ഇനിയെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം എന്ന് തോന്നലുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഒരു കോഴ്സ് ഇങ്ങനെ ഓൺലൈനായിട്ടായാലും ചെയ്യുന്നത്. ഇനിയെങ്കിലും എനിക്ക് എന്റെ കാര്യം നോക്കി എനിക്ക് സ്വന്തം കാലിൽ നിന്നിട്ട് കാര്യങ്ങൾ നേടണം എന്നൊരു ചിന്ത വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങിയത്. എനിക്ക് ചെറുപ്പം മുതലേ ടീച്ചറാവാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഏറ്റവും വലിയ ഡ്രീം എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം, കാര്യങ്ങൾ നേടണം എന്നുള്ളതാണ്. റീനയായാലും ഷമീര അല്ലെ, ഇപ്പൊ 2 കുട്ടികളും പറഞ്ഞപ്പോ നമുക്കൊരു വിഷമമായില്ലേ, ആരും സപ്പോർട്ട് ഇല്ലാണ്ട്. ഇപ്പൊ ഷമീര പറഞ്ഞത് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് നോക്കണം അല്ലെ. റീനയ്ക്കും എന്താണ് ഭർത്താവിനെ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാനായിട്ട് തയ്യാറാണ്. മറ്റുള്ളവരോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു സാധനം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു പൊട്ട നമുക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവരോട് കൈ നീട്ടേണ്ടി വരും അല്ലെ. അപ്പൊ എന്താ, ജോലി എന്ത് ചെറിയ ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയൊരു ശമ്പളം, ഒരു 5000 രൂപയായിരിക്കാം അല്ലെങ്കിൽ ഒരു 6000 രൂപയായിരിക്കും കിട്ടുന്നത്. അപ്പൊ അത് കിട്ടുന്നത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാവും ഇല്ലേ. ഒരു ചെറിയൊരു രീതിയിലുള്ള ഒരു കാശായിരിക്കും നമുക്ക് കിട്ടുന്നത് അല്ലെ, ഫസ്റ്റ് സാലറി ആയിട്ട് കിട്ടുന്നത് അല്ലെ, ചിലപ്പോൾ ഒരു 5000 ആവാം. അപ്പൊ എന്താണ്, സ്വന്തം നമ്മൾ അധ്വാനിച്ച് നമുക്ക് വാങ്ങിക്കുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും അല്ലെ. അപ്പൊ മറ്റുള്ളവരുടെ എന്താണ് അവരോട് ചോദിക്കാതെ നമ്മൾ വാങ്ങിക്കാനായിട്ട് ജോലിക്ക് പോകാനായിട്ട് തയ്യാറാവാം. അവരൊക്കെ എന്തൊക്കെയോ പറഞ്ഞോട്ടെ, കാരണം നമുക്ക് സപ്പോർട്ട് ഇല്ലാത്തവരോട് നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് നോക്കാം. ഇത്രയും നാള് അവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ചു അല്ലെ. നമ്മുടെ ജീവിതം നമുക്കൊരു ലൈഫേ ഉള്ളൂ അല്ലെ. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ചിട്ടുണ്ടാവും. അതൊന്ന് ചിന്തിച്ച് നോക്കാം നിങ്ങള്. ഇനി നമുക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, നല്ല രീതിയിൽ ഇപ്പൊ ആരും സപ്പോർട്ട് ഇല്ലാത്തവരായിക്കോട്ടെ കുഴപ്പമില്ല. ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ ജോലിക്ക് പോവാനായിട്ട് തയ്യാറാവുക. ജോലിക്ക് വേണ്ടിയിട്ട് തെരഞ്ഞുകൊണ്ടേയിരിക്കാം. ഇപ്പോഴേ തുടങ്ങി തെരഞ്ഞുകൊണ്ടേയിരിക്കാം കേട്ടോ. ഓക്കെ, അതല്ല മാം, നമുക്ക് ഇപ്പൊ മോളുള്ളത് കൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് ഇവിടെ ജോലിക്ക് പോയാൽ പോലും നമ്മൾ വൈകുന്നേരം ആവും വരുമ്പോ. അപ്പൊ അമ്മായച്ചൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പ്രായമുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ കുഞ്ഞിനെ ശ്രദ്ധിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ നമുക്ക് അതിന്റെ ടെൻഷൻ, അവള് വരും, മനസ്സിലായോ, അവിടെ വരും, എവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ട്യൂഷന് വിടണമെങ്കിൽ പോലും നമ്മൾ അയലത്തുകാരുടെ ഫോണിൽ വിളിച്ചിട്ടാണ് അവരോട് പറയും അവളെ അങ്ങോട്ടൊന്ന് വിട്ടേക്കണേ. അങ്ങനെ നമുക്ക് പല കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. നമുക്കൊരു സമാധാനം എവിടെയെങ്കിലും ജോലിക്ക് പോയാലും കിട്ടും. അങ്ങനെയും കൂടെ പ്രശ്നമുണ്ട്. എന്തായാലും എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ളൊരു ഇതിലാ. അതുപോലെ തന്നെ ഇപ്പൊ കുഞ്ഞു വലുതാവല്ലോ, ഒരു വർഷം കഴിയുമ്പോൾ 6ാം ക്ലാസ്സിലൊക്കെ ആവുമല്ലോ. അപ്പൊ വേണമെങ്കിൽ അവിടെ അടുത്താണോ റീനയുടെ വീട്? എവിടെയാണ്? നമ്മുടെ അടുത്താക്കാൻ പറ്റില്ല ജോലിക്ക് അങ്ങനെ പോവാന്ന്? ഇല്ല, എന്റെ വീട്, എന്നെ കെട്ടിച്ചത് ചേപ്പാടും, താമസിക്കുന്നത് ഞാൻ തട്ടാരമ്പലം താമസിക്കുന്നത്. അപ്പൊ അവിടുന്ന് കുറെ ദൂരമുണ്ട്. കുറെ ദൂരമുണ്ട്. അല്ലായിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ കൊണ്ട് വിട്ടിട്ടോ അങ്ങനെയൊക്കെ ആണേലും പോവായിരുന്നു. പക്ഷെ ഇത് അങ്ങനെ പോലും പറ്റാത്ത അവസ്ഥ. എന്തായാലും എല്ലാം മോളുടെ സ്കൂളിൽ തന്നെ കിട്ടുമോ നോക്കിയാലും മതി. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം കേട്ടോ. ഓക്കെ. ഇനി നെക്സ്റ്റ് ആരാ? ഗുഡ് ആഫ്റ്റർനൂൺ മാം. എൻ്റെ പേര് സുബിന എന്നാണ്. ഞാൻ ഓൾറെഡി ഒരു 7 years ആയിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഹയർ സെക്ഷനാണ് 1 to 10 വരെ. നല്ല പേര് തന്നെ. എന്നാൽ
നല്ല ടീച്ചർ എന്നൊരു പേര് തന്നെ കിട്ടി. ലാസ്റ്റ് ഒരു പ്രീവിയസ് 1 ഇയർ ഞാൻ എൻ്റെ വീട്ടിന് അടുത്തുള്ള ഇതുപോലെ റീന പറഞ്ഞ പോലെ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കണം, വീട്ടിൽ വേറെ സപ്പോർട്ട്, ഹസ്ബൻഡിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടിയും മക്കൾ വന്ന് നിൽക്കുമ്പം അവരെ നോക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അവർ വരുന്ന ടൈമിൽ എനിക്ക് തിരിച്ചെത്തണം. അതിനുവേണ്ടി ആദ്യം 5 വർഷം മോള് LKG ആയപ്പം ജോയിൻ ചെയ്ത്, മോള് 6th ആയപ്പോഴത്തേക്കും സെക്കൻഡ് ക്യാരിങ് ആയി നിർത്തി. വീണ്ടും മോനായപ്പോഴത്തേക്കും മോൻ ഇവിടെ അടുത്തൊരു സ്കൂളിൽ മോൻ്റെ കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ വലിയൊരു പ്രോബ്ലം ഞാൻ നേരിട്ടായിരുന്നു. എനിക്കവിടെ UKG സെക്ഷനും കൂടെ തന്നായിരുന്നു. അപ്പോഴെനിക്കത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴേ എൻ്റെ ഹെഡായിട്ട് മാഡം എന്നെ കുറേ ഹരാസ് ചെയ്ത്. ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞതാണ്, എനിക്ക് ലോവർ സെക്ഷൻ ഹാൻഡിൽ ചെയ്ത് അറിയത്തില്ല, മെത്തേഡ് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പിന്നെ എല്ലാവരും പറയുന്ന പോലെ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ പേരൻസിന് ക്യാഷ് കൊടുക്കണമെങ്കിൽ ആരോടും ചോദിക്കേണ്ട, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, എല്ലാം ഉണ്ട്. പക്ഷേ ഹസ്ബൻഡിൻ്റെ പൂർണ്ണ സപ്പോർട്ട് എനിക്കുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, എവിടെ പോയാലും മക്കൾ നമ്മുടെ കൂടെ കാണണം, മക്കളെയും കൊണ്ട് മാത്രം പോവുക, മക്കളെയും കൊണ്ട് മാത്രം തിരിച്ചു വരിക. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മക്കളെ വിട്ടിട്ട് ഇപ്പൊ ഈ ഇയറിൽ തന്നെ എനിക്ക് ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 18-20 കൂടുതൽ കിലോമീറ്റർ ദൂരെ ഒരു സ്കൂളിൽ എനിക്ക് കിട്ടിയതാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, മോൻ അത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല മോനെയും കൊണ്ട്, അതുകൊണ്ട് നിർത്തി. പിന്നെ കഴിഞ്ഞ വർഷം എൻ്റെ മാഡം എൻ്റെ അടുത്ത് പറഞ്ഞു, ഹയറിൽ പഠിപ്പിക്കുന്നതിൻ്റെ ആ ഒരു രീതിയല്ല KG വരുമ്പോൾ. ഞാൻ പറഞ്ഞു ഓക്കെ മാഡം, അതെനിക്കറിയാം. പക്ഷെ എന്നെ അതെന്തൊക്കെയാണെന്ന് അവർ പറഞ്ഞു തന്നില്ല. എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ നമ്മൾ വേണം എന്നൊന്നും പറഞ്ഞു തന്നില്ല. അങ്ങനെ ഞാൻ ഡിസംബറോടുകൂടി റിസൈൻ ചെയ്ത് വീട്ടിലിരുന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനി ടീച്ചർ എന്ന ആ ഒരു ഫീൽഡിലേക്കേ ഞാൻ ഇനി ഇറങ്ങത്തില്ല എന്ന് ശപഥം ചെയ്തതാണ്. ഞാൻ ഇനി ടീച്ചിങ് ഫീൽഡിൽ നിൽക്കത്തില്ല എന്ന്. പിന്നെ ഞാൻ മോളിപ്പോൾ ഹൈസ്കൂളിലായി. അപ്പോഴും ഞാൻ അവളെ ജോയിൻ ചെയ്യിക്കാനായിട്ട് കൊണ്ടുപോയപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും സെക്കൻഡിലും 7th പഠിച്ച ഒരുപാട് കുഞ്ഞുങ്ങൾ എനിക്കറിയത്തില്ല, അവരുടെ ഫേസ് കട്ടൊക്കെ മാറിപ്പോയി. അവരെന്നോട് വന്ന് സംസാരിച്ച്, അപ്പോഴാണ് ഞാൻ ടീച്ചറെ അല്ലെങ്കിൽ മിസ്സേ മാഡം, ഇങ്ങനെ പല സ്കൂളിലായിട്ട് പല രീതിയിലാണ്. അപ്പോഴും ഞാനൊരു തീരുമാനം എടുത്ത്, ഈ പറഞ്ഞ ആ ഒരു മാഡം പറഞ്ഞു നിങ്ങൾക്ക് KG അറിയത്തില്ല, ഇയാളെ കൊണ്ട് പറ്റത്തില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു ഇയാൾക്ക് ജാടയാണ് ഹയറിൽ എടുത്തതെന്ന്. അതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അങ്ങനെ ഞാനൊരു ഒരൊറ്റ തീരുമാനത്തിലെത്തി, ഞാൻ KG ഇത് പഠിക്കും, മോണ്ടിസോറി പഠിച്ചിട്ട് ഞാൻ KG സെക്ഷനിലേക്ക് കയറി നല്ലൊരു പേരെടുത്ത് ഞാൻ സ്റ്റാറ്റസ് ഇടും. അത് ഞാൻ ഇന്നേ വരെ അവിടെ നിന്ന് ഇറങ്ങിയെങ്കിൽ കൂടി ആ മാഡത്തിനെ മാത്രം ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല. അതെൻ്റെ ഒരു വാശിയാണ്. വാശി ഉണ്ടെങ്കിൽ മാത്രമേ മാഡം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഡ്രൈവിംഗ് അറിയില്ലായിരുന്നു, പഠിച്ചു, മക്കളെ കൊണ്ട് പോകാൻ വേണ്ടി അതും പഠിച്ചു എല്ലാം നേടി. ഇപ്പൊ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വ്യക്തി എന്നെങ്കിലും അറിയണം ഞാനും KGയിൽ ഒരു ബെസ്റ്റ് ടീച്ചറായി എന്ന് എനിക്ക് അവരെ കൊണ്ട് ആരെങ്കിലും മുഖാന്തരം പറഞ്ഞ് എനിക്ക് അറിയണം. അതാണ് ഇപ്പൊ എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ മോന് സ്പീച്ചിന് ഇച്ചിരി പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈ മെത്തേഡ് വെച്ചിട്ട് ഞാൻ അവനിപ്പോഴേ ട്രെയിൻ ചെയ്യിച്ചു തുടങ്ങി. അപ്പോൾ എന്തുകൊണ്ടും കൊള്ളാം എന്നെനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇതിന് ജോയിൻ ചെയ്തത്. പിന്നെ ആ റീന എന്ന് പറയുന്ന അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഡിപ്രഷൻ ആവരുത്. നമുക്ക് പറ്റത്തില്ല എന്നല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നൊന്നും തീരുമാനിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മളൊന്നും അല്ലാതെ ആയിപ്പോവും. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം മുന്നിൽ ഒന്നല്ല. ഞാൻ എൻ്റെ മോളെ LKG തൊട്ട് 2 വീലറിൽ കൊണ്ടുപോവുക. അത് ഞാൻ ആദ്യം വർക്ക് ചെയ്ത് 18 കിലോമീറ്റർ ദൂരെ ഉള്ളതായിരുന്നു. അവിടെ പോയി വർക്ക് ചെയ്ത് അവളെ ഒരുവിധം ലെവലാക്കിയതിന് ശേഷമാണ് രണ്ടാമത്തെ മോനായത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞാൽ ആ മാഡം പറഞ്ഞു നിനക്ക് പറ്റില്ല, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ ഒരു കാര്യം എനിക്ക് ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കണം. പറ്റുമെങ്കിൽ ആ സ്കൂളിൽ തന്നെ ആ മാഡം ഹെഡായിട്ടിരിക്കുന്ന ടൈമിൽ എനിക്ക് കയറണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ഇപ്പോഴുള്ള എൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. അതിനപ്പുറം ഇനി എനിക്കൊന്നുമില്ല. ഓക്കെ മാം, താങ്ക് യു. ശരിക്കും മോട്ടിവേഷൻ ആണല്ലേ സുപ്പീൽ വന്നത്? എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആണ്. അപ്പൊ എല്ലാവരും ആ രീതിയിൽ നല്ല രീതിയിൽ മുന്നേറാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഡൗൺ ആയി പോകുമ്പോഴും ഡൗൺ ആയി തന്നെയാവും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും ഇതിൽ തന്നെ ആ സ്റ്റേജിൽ തന്നെയായിരിക്കും നമ്മൾ എത്തുന്നത്. ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവാം. അപ്പൊ ആരും ഇല്ലെങ്കിലും നമുക്ക് ചിലപ്പോ മുമ്പിൽ എന്താണ് മുന്നോട്ട് പോകാനുള്ള വഴി ദൈവം കാണിച്ചിട്ട്
ആരും ഇല്ലാതിരിക്കില്ലല്ലോ അല്ലെ? സഹായത്തിന് ആരും ഇല്ലെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളുണ്ടല്ലോ. അപ്പൊ അതനുസരിച്ച് എല്ലാവരും മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. ഓക്കെ, നെക്സ്റ്റ് ആരാ? മാം ഞാൻ പറയട്ടെ. ഓക്കെ, എൻ്റെ പേര് രഞ്ജിത, ഞാൻ കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ മാധവങ്കൽ എന്ന് പറഞ്ഞിടത്ത് ഒരു ഗവൺമെൻറ് TTC കോഴ്സ് കോളേജ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഡെയിലി ബസ്സിന് പോകുമ്പോൾ ഇവർ സാരിയൊക്കെ കൊടുത്ത് നല്ല ഭംഗിയൊക്കെ കാണാം, യൂണിഫോമിൽ ഒരുപോലെ ഇട്ടിട്ട് പോകുന്നതൊക്കെ കാണാൻ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അങ്ങനെ പോകണം, പഠിക്കണം, ടീച്ചർ ആവണം എന്നുള്ളത്. ഇവർ TTCക്ക് പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെറിയ പ്രായത്തിൽ കുറച്ച് അറിവ് വെച്ചപ്പോൾ മനസ്സിലായത് ഇങ്ങനെയാണ്. കാരണം കുറേ പേര് പോകും ഇങ്ങനെ ഒന്നിച്ച് സാരി കൊടുത്ത് പോകുന്നത്, അവരുടെ ഹെയർ സ്റ്റൈലും അല്ല മൊത്തത്തിൽ അവരുടെ ഒരു ഇത് കാണാനൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ എനിക്ക് സാരിയൊക്കെ കൊടുക്കാൻ അന്ന് ചെറുത്തിന് നമുക്ക് അതൊക്കെ ആയിരിക്കുമല്ലോ ആഗ്രഹം, സാരി കൊടുക്കണം, കറങ്ങുന്ന കസേരയിലിരിക്കണം അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ +2 എനിക്ക് ഞാൻ അവരോട് ചോദിച്ചു ഇതെങ്ങനെയാ അല്ലെങ്കിൽ എന്ത് കഴിഞ്ഞിട്ടാ പോകണ്ടേ, അപ്പൊ എനിക്കത് പഠിക്കാലോ. അപ്പൊ അവരോട് +2 കഴിഞ്ഞിട്ട് പോയി ജോയിൻ ചെയ്താൽ മതി അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ +2 കഴിഞ്ഞു, ഞാൻ പോയി അവിടെ ചോദിച്ചു ഇങ്ങനെ എനിക്കും പഠിക്കണം ഇങ്ങനെ വേണം. അപ്പൊ അവിടുന്ന് അവര് പറഞ്ഞു ഡിഗ്രി എടുത്തിട്ട് വരൂ, ഡിഗ്രി എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ ചേരാമെന്ന് പറഞ്ഞു. ഓക്കെ, ഏതെങ്കിലും ഒരു ഡിഗ്രി എടുക്കുന്നത്. ഞാൻ ഡിഗ്രി പഠിച്ചു, 3 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഏപ്രിൽ എൻ്റെ എക്സാം കഴിഞ്ഞു, മെയ്യിൽ എൻ്റെ കല്യാണം. പിന്നെ എനിക്ക് അതിന് പോകാൻ പറ്റിയില്ല. അപ്പോൾ കല്യാണം കഴിഞ്ഞു, പെട്ടെന്ന് കുട്ടികളായി. പിന്നെ ഞാൻ ആ PG ഫസ്റ്റ് ഇയർ പോയായിരുന്നു, സെക്കൻഡ് ഇയർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, പ്രഗ്നൻസി ആ ടൈം ആയതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ശരിക്കൊരു എന്ന് പറയാം, അങ്ങനത്തെ ഒരാളായിരുന്നു. കാരണം എനിക്ക് പുള്ളിക്ക് അറിയാം ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രഗ്നൻസി അല്ലായിരുന്നു. നമ്മൾ കാത്തിരുന്ന അങ്ങനെയല്ല, പെട്ടെന്ന് ഒരു പ്രഗ്നന്റ് അങ്ങനെ ആയതായിരുന്നു. അപ്പൊ അത് പുള്ളിക്ക് അറിയായിരുന്നു ഞാൻ അങ്ങനെയല്ല, എനിക്ക് കുറച്ച് സ്വപ്നം കാണുന്നൊരു സ്വഭാവം ഉണ്ടെന്നറിയാം. അപ്പൊ പുള്ളി സപ്പോർട്ടായിരുന്നു. അപ്പൊ നീ ഏതായാലും ഡിഗ്രി, ഞാൻ BCom ആയിരുന്നു, അത്യാവശ്യം നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരുന്നു PGക്ക് ജോയിൻ ചെയ്തതും. അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഡ്രോപ്പ് ഔട്ട് ആയി പോയി. അപ്പം പുള്ളി പറഞ്ഞു നീ ഏതായാലും മെനക്കെട്ട് ഇത്രയും പഠിച്ചു, അപ്പൊ അത് പെട്ടെന്ന് ഇതിന്റെ പേരിൽ നീ അത് നിർത്തി കളയണ്ട, കണ്ടിന്യൂ ചെയ്തോ, പഠിച്ചോ എന്ന് പറഞ്ഞു. എനിക്ക് PG ഞാൻ ഇതുവരെ ഒരു എക്സാമിനും എനിക്ക് അങ്ങനെ സപ്ലി അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഇതുവരെ. ചെറിയൊരു എക്സാം ആണെങ്കിൽ അത്യാവശ്യം മാർക്കോടെ എബോ ആവറേജ് എപ്പോഴും ഉണ്ടാവും. എനിക്ക് ഫസ്റ്റ് ഇയർ ഞാൻ ഇതിന്റെയൊക്കെ ഈ പ്രഗ്നൻസി പീരീഡ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് കുറെ 2 സപ്ലി കിട്ടി. അതോടുകൂടി എനിക്ക് പഠിത്തം അങ്ങനെ ഒരു കോൺസെൻട്രേഷൻ ഫോക്കസ് എനിക്ക് അത് മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. പുള്ളി കുറെ മോട്ടിവേറ്റ് ചെയ്തു, പഠിച്ചോ പഠിച്ചോ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്തോ ആ ഒരു കോൺഫിഡൻസിന്റെ കുറവ് മൂലം ഞാൻ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തില്ല. പിന്നെ എനിക്ക് ആഫ്റ്റർ ഡെലിവറി ഒരുപാട് ഭയങ്കര മൂഡ് സ്വിങ്സ് അങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മോന് അംഗൻവാടിയിലൊക്കെ പോകുന്ന ടൈമിൽ എന്നോട് പറഞ്ഞു ഏതായാലും BCom ആണ്, അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഞാൻ ഓഫ്ലൈൻ ആയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നിട്ട് ഡിപ്ലോമ ചെയ്തു, ഫോറിൻ അക്കൗണ്ടിങ്ങും ഇന്ത്യൻ അക്കൗണ്ടിങ്ങും ഡിപ്ലോമ ചെയ്തു. അവിടുന്ന് തന്നെ പ്ലേസ്മെന്റിൽ എനിക്കൊരു സ്ഥാപനത്തിൽ ഇങ്ങനെ അക്കൗണ്ട്സിൽ ജോലി കിട്ടി. അപ്പോൾ ഞാനും അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച വേറൊരു ചേച്ചിയും കൂടെ, ഞങ്ങൾക്ക് 2 പേർക്കായിരുന്നു അവിടെ കിട്ടിയത്. കുറെ പേർക്ക് കിട്ടിയായിരുന്നു, ഞങ്ങൾക്ക് 2 പേർക്ക് ഇവിടെ കിട്ടിയത്. അപ്പൊ അവിടെ പോയി അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ലേഡി സ്റ്റാഫ്സാ മൊത്തം, അങ്ങനെ ആണുങ്ങളൊന്നുമില്ല, മൊത്തത്തിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയുടെ ഒരു കമ്പനിയായിരുന്നു. അങ്ങനെ അവിടെ സപ്ലൈ അങ്ങനെയൊന്നുമില്ല, കംപ്ലീറ്റ് അക്കൗണ്ട്സ് വർക്ക് മാത്രം. അവിടെ അവര് ഓൾ ഓവർ ഇന്ത്യ എല്ലായിടത്തും ഉള്ള ഒരു ഇതിൽ അവർ മൊത്തത്തിൽ അക്കൗണ്ട്സ് വർക്ക് മൊത്തം ചെയ്യുന്ന ഇവിടെയാണ്. അപ്പൊ എനിക്ക് കിട്ടിയത് സെയിൽസിന്റെ അവർ ഓരോ സെക്ഷനായിട്ടാണ്, പർച്ചേസിന് വേറെ, സെയിൽസിന് വേറെ, മാർക്കറ്റിംഗ് അങ്ങനെ അങ്ങനെ. അപ്പൊ എനിക്ക് സെയിൽസിലാണ് കിട്ടിയത്. അപ്പൊ ഞാൻ ജോയിൻ ചെയ്തു. ആദ്യത്തെ 1 മാസം 2 മാസം ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഭയങ്കര പാർഷ്യാലിറ്റി കാര്യങ്ങൾ, എനിക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, ഞാൻ എന്നെ ഭയങ്കരമായിട്ട് അവിടെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന മാതിരി ഒരു ഫീൽ. എനിക്ക് ആ ചേച്ചി ഉണ്ട് കൂടെ, ആ ചേച്ചിക്ക് പക്ഷെ ക്യാഷിന്റെ ഏരിയ ആയിരുന്നു, വേറെ സെക്ഷൻ ആയിരുന്നു. അപ്പൊ എനിക്ക് ഇവിടെ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 1 വർഷവും 2 മാസവും ഞാൻ അവിടെ ജോലി ചെയ്തു. എനിക്ക് ജോലി ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എത്രയെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ നിൽക്കുന്നത് എന്നുള്ള ഒരു ഇതില് എങ്ങനെയും ഞാൻ അവിടെ പിടിച്ച് നിൽക്കും എന്നുള്ളതിൽ തന്നെ ഞാൻ അവിടെ ജോലി ചെയ്തു. പക്ഷെ പിന്നെ ഇത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഫ്രഷറാണ്, എനിക്ക് അങ്ങനെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് വലിയ പരിചയമില്ല, ആദ്യമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നമ്മൾ പോണേ. അപ്പൊ അവിടുന്ന് കിട്ടേണ്ട ഒരു കെയർ അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചുരുക്കാം. നമ്മൾ മനസ്സിലാക്കി ചെയ്യണം എന്നാണ് അവര് പറയാ. തെറ്റ് വരും, അതിൽ നല്ല പഠിക്കുന്നത്, അങ്ങനെ ചെയ്യണം എന്ന് പറയും. പക്ഷെ അത് പറഞ്ഞു തരുന്ന ഒരു രീതി ഉണ്ടല്ലോ, നമ്മൾ ആദ്യമായിട്ട് നമ്മളെ അവർക്ക് ഒരു പരിചയമില്ല, അപ്പൊ നമ്മളെ ഒന്ന് കംഫർട്ട് ആക്കുക എന്നുള്ളതില് ഇതില് അവര് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒറ്റപ്പെടുത്തുക. അവിടുന്ന് ഫുഡ് കഴിക്കുമ്പോഴായാലും അങ്ങനെ ഒരു ഇത്.
എനിക്ക് പറ്റുന്നില്ല എന്ന് എനിക്ക് ഹസ്ബൻഡിനോട് പറയണം. പക്ഷെ എനിക്ക് പുള്ളിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു എന്തേ പറ്റുന്നില്ലേന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ മൊത്തത്തിൽ പൊട്ടിപ്പോയി. ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു. പറ്റുന്നില്ലെങ്കിൽ പോണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എനിക്ക് ആ ഒരു വർഷവും 2 മാസവും ഞാൻ പോയപ്പോൾ 10,000 രൂപയായിരുന്നു ശമ്പളം. അതിൽ നിന്ന് കൂട്ടിയിട്ടൊന്നുമില്ല. ഫ്രഷർ ആണല്ലോ എന്നുള്ള ഒരു ഇതില് അതായിരുന്നു ഫിക്സ്ഡ് സാലറി 10,000 രൂപ. പക്ഷെ എന്റെ കൂടെ വന്ന ആ ചേച്ചിക്ക് 13,000 രൂപയായിരുന്നു ശമ്പളം. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ആ ചേച്ചി ഇപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്യും. അപ്പൊ എന്നോട് പറഞ്ഞത് എന്ന് വെച്ചാൽ അവിടെ ഉള്ളതിൽ ഭൂരിഭാഗം അതൊരു ക്രിസ്ത്യൻ അങ്ങനത്തെ ആരായത്. ഞാൻ ഹിന്ദു ആണല്ലോ. അപ്പൊ അവരുടെ ബന്ധത്തിലുള്ള ആരെ കയറ്റണം എന്ന് അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ഇറങ്ങി 2 ദിവസം കഴിഞ്ഞാണ് അവിടെ വേറൊരാള് ജോലിക്ക് കയറി. അത് ഇവരുടെ ബന്ധത്തിലുള്ള ഒരാളായിരുന്നു. അങ്ങനെ അപ്പൊ ഞാൻ ഓക്കെ കുഴപ്പമില്ല വിട്ടു. ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. അത് വിട്ടു. അത് കഴിഞ്ഞിട്ടും എനിക്ക് ജോലി ചെയ്യണം. എനിക്ക് ഇങ്ങനെ ആരുടെയും അങ്ങനെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് ഞാൻ പിന്നെയും ട്രൈ ചെയ്തു വേറെ എവിടെയും കിട്ടുമോ. പിന്നെയും ഒരു ടാക്സ് ഓഫീസിൽ അവിടെ ട്രെയിനി ആയിട്ട് നിൽക്കാൻ 1 വർഷം കഴിഞ്ഞാൽ അവിടെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഞാൻ അവിടെ നിന്നു. പഠിക്കാലോ, നമുക്ക് ഇതിന്റെ മേഖല അറിയാലോ പഠിക്കാലോ എന്നുള്ളതിൽ ഞാൻ അവിടെ നിന്നു. പക്ഷെ അവിടുന്ന് അത്ര നല്ല ഒരു ഇതായിരുന്നില്ല. കാരണം അവിടെ കംപ്ലീറ്റ് വർക്കും നമ്മൾ ഏൽപ്പിച്ചിട്ട് അവരങ്ങ് പോവാ. നമുക്ക് പറഞ്ഞു തരുന്നില്ല ഇത് ഇന്നതാണ് ചെയ്യേണ്ടത്. ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. അത്രയും പ്രഷർ, തലയ്ക്ക് പ്രാന്ത്. വീട്ടിൽ വന്നാൽ കൂടി സമാധാനം ഇല്ലാത്ത മാതിരി. അങ്ങനെ അതും എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു പരമാവധി അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ പറ്റുന്നില്ല. അവിടുന്ന് ഞാൻ ഇറങ്ങി. പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, ഇങ്ങനെ നിൽക്കാൻ വേണ്ടി കുറെ നാള് വീട്ടിൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര മൂഡ് ഓഫ്. അങ്ങനെ പിന്നെയും ഞാൻ ജോലിക്ക് ട്രൈ ചെയ്തു. കാണുന്നവരോടൊക്കെ ചോദിക്കും എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ, എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് ജ്വല്ലറിയിൽ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞത് ബില്ലിങ്ങിലാണ് നിന്നോ, ബില്ലിങ്ങിൽ നിൽക്കാന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പോയപ്പോ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് സെയിൽസിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, സെയിൽസിൽ നിന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു മോനുണ്ട്, പ്രായമൊന്നും അധികം ആയില്ല, അവന്റെ കാര്യങ്ങൾ സ്വന്തം ചെയ്യുവാണെങ്കിൽ ഓക്കെ ഞാൻ നിന്നേയായിരുന്നു. അത്ര ആയില്ല, LKG ചേരുന്ന പ്രായമായുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു മാക്സിമം എനിക്കൊരു 6:30 7 മണി അത്ര വരെ ഞാൻ നിൽക്കാന്ന് പറഞ്ഞു. പക്ഷെ അവർ എന്നോട് പറഞ്ഞു 8 മണി വരെ കമ്പൽസറി ആയിട്ട് നിൽക്കണമെന്ന് പറഞ്ഞു. 8 മണി വരെ എന്ന് പറഞ്ഞാൽ എന്നെ പോലെ ഒരാൾക്ക് അത്രയും സമയമൊന്നും നിൽക്കാൻ പറ്റില്ല മേഡം. അറിയാലോ, ചെറിയ കൊച്ചാണ്, അവന്റെ കാര്യങ്ങൾ നോക്കണം. അവൻ ആദ്യമായിട്ട് അക്ഷരങ്ങളൊക്കെ എഴുതാനും അങ്ങനെയൊക്കെ പഠിക്കുന്ന ടൈമല്ലേ. എന്നെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് അവനൊന്നും ആവൂലല്ലോ. അപ്പൊ അതുകൊണ്ട് അതും ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. പിന്നെയും ഞാൻ വീട്ടിൽ തന്നെ ആയി. ഹസ്ബൻഡ് പുറത്താണ്, ആള് ഷാർജയിലാണ്. അപ്പൊ അവർ വിളിക്കുമ്പോ ഞാനിങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടിരിക്കും. പക്ഷെ പുള്ളി അവിടെ അത്രയും പ്രഷറിൽ. അപ്പൊ ഞാൻ ഇവിടെ കിടന്നിട്ട് മോങ്ങിക്കൊണ്ടിരുന്ന അവിടെ അതൊരു ഇതല്ലേ. ഞാൻ മാക്സിമം ഒന്ന് കാണിക്കാണ്ടിരിക്കും. നീ ഓക്കെ ആണോ, നീ ഓക്കെ ആണോ എന്നോട് ചോദിച്ചോണ്ടിരിക്കും. ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ അല്ല. അപ്പൊ നിനക്ക് എന്താ ഇഷ്ടം? ഞാൻ പറഞ്ഞു എനിക്ക് ഇതൊക്കെ ഒന്നിങ്ങനെ പൊട്ടിച്ചു വിടണം. എനിക്ക് ഭയങ്കര സ്ട്രെസ് കാര്യങ്ങളൊക്കെ. കാരണം വീട്ടിലായാലും 2 ഏട്ടത്തിമാരാണ്. അവര് വേറെ വേറെ സെപ്പറേറ്റഡ് ആണ്. പക്ഷെ അവരാണെങ്കിലും അവര് സ്വന്തമായിട്ട് തയ്യലൊക്കെ ഉണ്ട്. അവര് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കും, അവരുടെ കാര്യങ്ങളൊക്കെ. ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു ഫാമിലി ഫംഗ്ഷൻ വന്നാൽ ഡിഗ്രി വരെ പഠിച്ചതല്ലേ, ഒന്നുമില്ലെങ്കിലും ജോലി ഒന്നും ആയില്ലേ, ഈ ഒരു ചോദ്യമാണ് മൊത്തം. കാരണം അവരൊക്കെ ഭയങ്കര ജോലി ഉള്ള ആൾക്കാരാ. ചെറുതാണെങ്കിലും ഒരു ജോലി ഉണ്ട്, അവർക്ക് പറയാനൊരു ജോലി ഉണ്ട് എല്ലാവർക്കും. അപ്പൊ ഇവര് വന്നിട്ട് ഇങ്ങനെ അവര് തമാശക്കായിരിക്കും ചോദിക്കുന്നത്, സാധാരണ ഒരു കുശലാന്വേഷണം മാതിരി. പക്ഷെ നമുക്കത് എത്രമാത്രം ഹേർട്ട് ചെയ്യുന്നുണ്ടെന്ന് അതിപ്പോ ചിന്തിക്കുന്നില്ലല്ലോ. അപ്പൊ അവരിങ്ങനെ ഡിഗ്രി വരെയൊക്കെ പഠിച്ചിട്ട് ഒരു ജോലി. അതായത് ഏട്ടത്തിമാരൊക്കെ +2 അല്ലെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരാണ്. ഫസ്റ്റ് ഇയർ ഒക്കെ പോയിട്ട് അപ്പൊ കല്യാണം കഴിഞ്ഞ് അങ്ങനെ പോയ ആൾക്കാർ. അവർക്കൊക്കെ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഒരു പുച്ഛ മോഡൽ ആ ഒരു ക്വസ്റ്റ്യനാ ചോദിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ സ്ഥിരം. ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, നീ ഡ്രൈവിംഗ് പഠിച്ചതുകൊണ്ട് ഞാൻ 4 വീലർ എടുത്ത് 2 വീലർ ലൈസൻസ് ഉണ്ട്. അതും കഴിഞ്ഞു. അതൊന്നും അവർക്കൊരു അച്ചീവ്മെന്റേ അല്ല. അവരെ സംബന്ധിച്ച് ജോലി അതാണ് വേണ്ടത്. അപ്പൊ എനിക്ക് അത് പിന്നെയും ഒരു ഇത്. അപ്പൊ എന്നോട് ചോദിച്ചു നിനക്ക് തയ്യൽ അറിയാവുന്ന വെച്ചു. അപ്പൊ ഞാൻ +2 കഴിഞ്ഞിട്ട് 3 വർഷം നമുക്ക് ഒരു വെക്കേഷൻ പീരീഡ് ഉണ്ടാവുമല്ലോ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന ടൈമിൽ. അപ്പൊ ഞാൻ തയ്യൽ പഠിക്കാൻ പോയായിരുന്നു 3 മാസം. ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് എനിക്കുണ്ട് തയ്യലിനെ കുറിച്ച്. അപ്പൊ എനിക്ക് പുതിയൊരു തയ്യൽ മെഷീൻ മേടിച്ചു. നീ തയ്ച്ചോ വീട്ടിലിരുന്നിട്ട്, നിനക്ക് എന്താ ചെയ്യുന്നത് നീ ചെയ്തു. അപ്പൊ ഞാൻ തയ്യൽ മെഷീൻ മേടിച്ചു. അത്യാവശ്യം ഞാൻ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തുള്ള കുറെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കും. കുറെ കുട്ടികളൊന്നുമില്ല, കുറച്ച് കുട്ടികൾ, 4 കുട്ടികൾ ട്യൂഷൻ എടുക്കും. അങ്ങനെ അപ്പോഴാണ് ഞാൻ എന്റെ അംഗൻവാടി ടീച്ചറുടെ സ്റ്റാറ്റസിലാണ് ഇതിന്റെ സ്മാർട്ട് സ്ട്രീമിന്റെ ഇത് കാണുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു പണ്ട് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം ടീച്ചർ ആവണം. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലും വെള്ളിരിക്കുന്ന ആൾ മറക്കില്ലല്ലോ. പിന്നെ എന്റെ മുന്നിൽ ഇത് കൊണ്ടുവന്ന് തന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിന് ജോയിൻ ചെയ്യണം.
അറ്റ്ലീസ്റ്റ് എന്റെ ഫൈനൽ ചാൻസ് എന്നുള്ള രീതിയിൽ ഞാൻ ഇതും കൂടി കഴിഞ്ഞാൽ ഞാൻ ഈ ഭ്രാന്ത് വിട്ട് ഇനി ഞാൻ ഇങ്ങനെ നിൽക്കൂലെന്നോ, എനിക്ക് ഇഷ്ടമാണോ നീ പൊക്കോന്നോ, അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തതായത്. മേ ബി എന്റെ ലാസ്റ്റ് ഹോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിൽ എന്തെങ്കിലും പച്ച പിടിക്കുമായിരിക്കും. ഇത് കഴിയുമ്പോൾ നമുക്ക് ജോലിക്കാറില്ല, പിന്നെന്താ പ്രശ്നം അല്ലേ? അതെ എന്നുള്ള രീതിയിൽ വിചാരിച്ച് ചെയ്യാൻ നോക്കണം. 1 വർഷം കഴിഞ്ഞ എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കേറാൻ വേണ്ടി ശ്രമിക്കാം, ഇന്റേൺഷിപ്പ് പോവാം. അടുത്ത സ്കൂളിലൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുക, അല്ലെങ്കിൽ മോൻ പഠിക്കുന്നത് മോള് പഠിക്കുന്ന സ്കൂളിലൊക്കെ പറഞ്ഞു വെച്ചാൽ അവർക്ക് ഇഷ്ടമായിരിക്കാം. എന്താണ് അമ്മ ടീച്ചറുമാണ്, അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവുകയും ചെയ്യാറ്. എന്റെ കുഞ്ഞിനെയൊക്കെ പഠിപ്പിക്കുന്ന മിസ്, അവരുടെ മോൾ അവിടെ തന്നെ പഠിക്കുന്നുണ്ട്, ആ ടീച്ചർ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് വരാനായിട്ട് കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് നല്ല സിമ്പിളാണ്, പോകാനായിട്ട് സുഖമാണ്. അങ്ങനെ അങ്ങനത്തെ രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം ഇത് കഴിയുമ്പോ. ഞാൻ ഈ ഇടയ്ക്ക് ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പ്രിയങ്ക ചോപ്രയുടെ കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട്, ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ടുള്ള കുറെ വീഡിയോ, ഞാൻ അതൊക്കെ ഇരുന്ന് കാണാം. അപ്പൊ പോകുമ്പോ ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്നുള്ള ഇതില് അവര് പറയുന്നവര് പറയുന്നല്ലോ, നമ്മളെ കൈ പിടിച്ച് കയറ്റി വിടാനൊന്നല്ലല്ലോ അവര് നോക്കുന്നത്. മാക്സിമം താത്തിക്കിട്ടാ ഭയങ്കര ഡിമോട്ടിവേറ്റഡ് ആയിട്ട് അങ്ങനെ വിടാ, നമ്മളതൊന്നും വീഴാതിരിക്കാന്നല്ലാണ്ട് സ്വയം നമ്മൾ തന്നെ നമ്മുടെ ഷെല്ല് പൊട്ടിച്ച് പുറത്തോട്ട് വരിക, അത്ര തന്നെ. ശരിയാണ്. നമ്മളിപ്പോ പേരെന്താണ്? രഞ്ജിത. രഞ്ജിത പറഞ്ഞാല് ഇപ്പൊ നമ്മള് കൂടുതലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും, ഞാനൊക്കെ BEd കഴിഞ്ഞ് കുറച്ച് 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. അപ്പൊ കുഞ്ഞുണ്ട്, അപ്പൊ അവൾക്ക് 6 വയസ്സായി. എന്നാലും ആൾക്കാരെ ചോദിക്കും, BEd പഠിച്ചിട്ട് എന്താ, PhDക്ക് പോയിട്ട് എന്താ, ജോലി കിട്ടില്ലല്ലോ. അപ്പൊ കറക്റ്റ് കുറെ പേര് ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും BEd പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് എന്തോ ദൈവഭാഗ്യത്തിൽ ഇങ്ങനെ ഒരു ജോലി കിട്ടി. 4 ആൾക്കാരുടെ മുമ്പിൽ ചിലപ്പോ ജോലിക്ക് പോകുന്നത്, ജോലിക്ക് പോകുന്നത് സാലറി അല്ലെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, എന്നാലും ജോലിക്ക് പോകുന്നുണ്ട് എന്ന് പറയാനായിട്ട് ഒരു അല്ലെ, നമുക്കൊരു ജോലി എന്തായാലും അത്യാവശ്യമാണ് കേട്ടോ. ചെറിയൊരു ശമ്പളമായിട്ടുണ്ടെങ്കിൽ കൂടിയും നിങ്ങളത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് നോക്കാം. ഇത് ചെറിയ ശമ്പളമായാലും മറ്റുള്ളവരെ മുമ്പിൽ നമ്മളെ താത്തി കിട്ടുന്നവർക്ക് ശരിക്കും ഒരു ഉത്തരമാണല്ലേ അത്, അല്ലെ? നമ്മൾ വിജയിച്ച് കാണുന്നതൊക്കെ. അപ്പൊ നല്ല രീതിയിൽ മുന്നേറാനായിട്ട് ശ്രമിക്കും. താങ്ക് യു. ഞാൻ പറയാം മാം. ഞാൻ കേൾക്കുന്നുണ്ട്, നെറ്റ് ഒരിച്ചിരി കംപ്ലൈന്റ് ആണ്. പറഞ്ഞോളൂ. ഓക്കെ മാം. എനിക്ക് ഇപ്പൊ ലൈഫിൽ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് എപ്പോഴും പറയും, ലൈഫിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്. എപ്പോഴും നമ്മൾ പെണ്ണുങ്ങൾ ഒരു പൊസിഷനിൽ എപ്പോഴും എത്തണം. കാരണം നാളെ ആരും ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ മറ്റൊരാളുടെ മുന്നിൽ പോയി കൈ നീട്ടി നിൽക്കേണ്ട അവസ്ഥ വരരുതെന്ന് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്. ഞാൻ പഠിച്ചു, ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്ന അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ജോലിക്ക് പോയി. ആ സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞ് ഇപ്പം ഡെലിവറി കുഞ്ഞൊരു സ്കൂളിലാകുന്ന വരെ നീ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു 3 വർഷം എനിക്ക് തരണം, ആ ഒരു 3 വർഷം നീ ജോലിക്ക് പോകരുത്. അത് വേറൊന്നും കൊണ്ടല്ല, കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആകെ ഒരു കുഞ്ഞല്ലേ ഉള്ളൂ, അവളെ നോക്കണം, അവൾക്ക് നീ വേണ്ട കെയർ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിനുവേണ്ടി ജോലി നിർത്തി. പ്രഗ്നൻ്റ് ആയി 3 മാസമായപ്പോൾ തൊട്ട് ജോലി നിർത്തി. പിന്നെ എനിക്ക് ബ്ലീഡിങ്ങും ഉണ്ടായിരുന്നു, നല്ല റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഞാൻ ജോലി നിർത്തിയതാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു, നീ ജോലി നിർത്തിയാൽ ഈ ഓരോ ദിവസവും 1 മിനിറ്റ് എന്ന് പറയുന്നത് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇതായിരിക്കും. ആ സമയങ്ങൾ നീ ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത്, ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്ന് പറഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കാം. അങ്ങനെ ഞാൻ എൻ്റെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിച്ച് എക്സാമും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കും. ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് എല്ലാവർക്കും വരുന്ന പോലെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു വലിയ സാധനം എന്നെ അറ്റാക്ക് ചെയ്തു. അത് ഭയങ്കര, എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, അനുഭവിച്ചവർക്ക് അറിയായിരിക്കും. എൻ്റെ കുഞ്ഞെന്ന് പറയുന്ന, ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണ് അവളെ, എനിക്കറിയില്ല, അവളെ എങ്ങനെയും കൊല്ലണം എന്നുള്ള ചിന്തയിലോട്ട് വരെ എൻ്റെ മൈൻഡ് വന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്കറിയത്തില്ല. കാരണം എൻ്റെ അച്ഛനും അമ്മയും എന്നെ അതുപോലെ കെയർ ചെയ്താണ് വളർത്തിയത്. അപ്പം ഒരു വേദന താങ്ങാനുള്ള മനസ്സ് എനിക്കില്ല. എനിക്ക് എല്ലാ മാസവും പീരീഡ്സ് വരുമ്പോൾ നിസ്സാരം ഒരു പീരീഡ്സ്, ആ ബ്ലഡ് കണ്ട തല ഇറങ്ങുന്ന വ്യക്തി. ബട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ബോൾഡ് ആയിരിക്കും, പക്ഷെ ആ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തല ഇറങ്ങും. അങ്ങനെ എനിക്കെന്താ വേദന,
അങ്ങനെ ഒരു കാര്യം താങ്ങാൻ ജീവിതത്തിൽ പറ്റാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ ബോൾഡാണ്. പെട്ടെന്ന് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഫേസ് ചെയ്യും. എനിക്ക് അതിലൊന്നും ഒരു പ്രോബ്ലംസും ഇല്ലാത്ത ആളാണ്. എങ്ങനെ ഞാൻ എല്ലാം മാനേജ് ചെയ്യും. പക്ഷെ ഇങ്ങനെ എനിക്ക് വേദന സഹിക്കണം. അപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയി എന്നെ ഡെലിവറിക്ക് കൊണ്ടുപോകുമ്പോൾ നോർമൽ ഡെലിവറി നടക്കുന്നില്ല. അപ്പൊ അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴും എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയും ഏറ്റവും കൂടുതൽ വിഷമിച്ചത് അവൾ എങ്ങനെ ഈ വേദനകളെല്ലാം താങ്ങും എന്നാണ്. എനിക്കത് ഇപ്പോഴും അവിടെ അത്രയും പേര്, ഞങ്ങളെ രാവിലെ 5 മണിക്കാണ് എന്നെ തിയേറ്ററിൽ കയറ്റുന്നത്. കയറ്റുമ്പോൾ എൻ്റെ കൂടെ കയറിയ 25 പേരോളം ഉണ്ടായിരുന്നു. അവർ 24 പേരും നോർമൽ ഡെലിവറിയാണ്, എല്ലാം പെൺകുഞ്ഞുങ്ങളാണ്. ഞാൻ മാത്രം പ്രസവിച്ചിട്ടില്ല. 2 മണിയായപ്പോൾ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി. അപ്പൊ ഹസ്ബൻഡിന്റെ അടുത്ത് സൈൻ ചെയ്ത് തരണമെന്ന് പറഞ്ഞപ്പോ എൻ്റെ ഹസ്ബൻഡ് കരഞ്ഞിട്ട് അത് സൈൻ ചെയ്യാൻ പോലും പറ്റിയില്ല പുള്ളിക്ക്. അവൾ എങ്ങനെ ഈ വേദന സഹിക്കും എന്നാണ് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചത്. എനിക്ക് അവളെ എങ്ങനെയും കിട്ടണം, എൻ്റെ കുഞ്ഞിനെ കിട്ടിയില്ലേലും കുഴപ്പമില്ല, എൻ്റെ ഭാര്യ എനിക്ക് വേണമെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്. പക്ഷെ ദൈവത്തിന്റെ സഹായം, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒക്കെ പ്രാർത്ഥന കൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായില്ല. ബട്ട് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡിപ്രഷൻ വന്നു. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി പേരുണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ഹസ്ബൻഡ്, എല്ലാവരും ഉണ്ട്. ബട്ട് എനിക്ക് ഈ ഡിപ്രഷൻ ഒട്ടും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഞാൻ വന്നു. സ്വന്തം കുഞ്ഞിനെ കൊല്ലണം എന്നുള്ള ഒരവസ്ഥയിലേക്കൊക്കെ വന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ കൊണ്ടുപോകുന്നു. ഡെലിവറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ഒമാനിൽ വന്നു കഴിഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നെ എന്തുമാത്രം മോട്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, എന്തൊക്കെ നിനക്ക് നിന്റെ ലൈഫിൽ ചെയ്യാൻ ആഗ്രഹങ്ങളുണ്ട് അത് ഓരോന്നായിട്ട് നീ ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു. എനിക്ക് എല്ലാം ചെയ്യണം നമ്മളിങ്ങനെ മാറ്റി വെക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളില്ലേ നമ്മുടെ ലൈഫിൽ. എക്സാമ്പിൾ, എനിക്കൊരു സൈക്കിൾ ചവിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് സൈക്കിൾ സ്വന്തമായിട്ടുണ്ടായിട്ടും ഞാൻ ചവിട്ടത്തില്ലായിരുന്നു. ആ സമയം നമ്മൾ എന്തോ അങ്ങനത്തെ ഇതായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഒമാനി വന്നിട്ട് ആദ്യം സൈക്കിൾ വാങ്ങി. ഇപ്പം നല്ല അടിപൊളിയായിട്ട് സൈക്കിൾ ചവിട്ടും. രണ്ടാമത് ഡ്രൈവിംഗ് പഠിച്ചു. എനിക്ക് സ്വന്തമായിട്ട് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. 3 മാസത്തിന് ഒമാനി വന്നിട്ട് 3 മാസത്തിനുള്ളിൽ ഞാൻ സ്വന്തമായിട്ട് ലൈസൻസ് എടുത്തു. അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് വണ്ടി വാങ്ങിച്ചു. പിന്നാണ് ഇപ്പൊ ഓരോന്നായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ മറന്നുപോയ കാര്യങ്ങൾ ഓരോന്നായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് നിന്റെ ജീവിതത്തിൽ നീ മറന്നുപോയ കാര്യങ്ങൾ. കാരണം ഞാൻ ഈ ഡിപ്രഷനിൽ നിന്ന് വെളിയിൽ വരാൻ വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ ഓരോന്നായിട്ട് എന്നോട് പറഞ്ഞു, നീ ലിസ്റ്റ് എഴുതി വെക്കണം, എന്നിട്ട് നിന്റെ ഓരോ ആഗ്രഹങ്ങളും നീ സാധിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഓരോന്നായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ സാധിക്കണം. അപ്പോൾ ലൈസൻസ് എടുത്തു. ഈ കോഴ്സിനെ കുറിച്ച് എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ അടുത്ത് പറയുന്നത്, 1 ഇയർ കോഴ്സാണ്, നീ ചെയ്യണം, ചുമ്മാ ടൈം ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത് എന്ന് ഒരു കടയിൽ കൊണ്ടുപോയിട്ട് ഞാനൊരു ഷർട്ടോ എന്തെങ്കിലും വാങ്ങി നീ അത് പൈസ നോക്കരുതെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നീ ആവണമെന്ന് എൻ്റെ ഹസ്ബൻഡിനോട് എപ്പോഴും പറയാം. ആ ലെവലിൽ നീ എത്തണം. നീ ഒരു കടയിൽ കൊണ്ടുപോകണം. ഞാൻ ആ കടയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം എടുക്കും. അതിന് 1000 10,000 ലക്ഷങ്ങളായാലും ആ പൈസ നിനക്ക് നോക്കാം. അയ്യോ അത്ര ആയല്ലോ എന്നുള്ള ചിന്തയിൽ നീ വരരുത്. അതുപോലെ നീ ആ ലെവലിൽ എത്തണം എന്നോട് എപ്പോഴും പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. അപ്പം എനിക്കിവിടെ പലരും പറഞ്ഞ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. ഒരിക്കലും നമ്മൾ നാളെ ഒറ്റപ്പെടുമ്പോൾ ഒരാളുടെ മുന്നിൽ പോയി കൈ നീട്ടി നിൽക്കേണ്ട അവസ്ഥ വരരുത്. ആ ലെവലിൽ നമ്മൾ ആദ്യം ഉയർന്നിട്ട് വേണം നമ്മുടെ മക്കളെ ഉയർത്താനായിട്ട്. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം. ഇപ്പൊ എനിക്കൊരു മോളുണ്ട്, അവൾക്ക് 2 വയസ്സായി. ഇനി അടുത്ത വർഷം 3 വയസ്സാകുമ്പോൾ അവൾക്ക് സ്കൂളിൽ പോവാം. അപ്പൊ ആ ഒരു ഇയർ ഞാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പം ഈ കോഴ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക, വേറെ ഒന്നും കൊടുക്കുക. നല്ല വിദ്യാഭ്യാസം, നല്ല അറിവ്, നല്ലത് ചീത്തത് എന്ന് വിവേചിച്ചറിയാനുള്ള അറിവാണ് കൊടുക്കേണ്ടത്. അല്ലാതെ അവർക്ക് വേണ്ടി കുറെ സ്വത്ത് സമ്പാദിക്കരുത്, ഒന്നും ചെയ്യരുത്. നമ്മൾ ഭയങ്കരമായിട്ട് സ്വത്തുണ്ട്, നമുക്ക് അതുണ്ട് ഇതുണ്ടെന്നൊന്നും അല്ല കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. സ്വന്തം കാലിൽ നിൽക്കണം, മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നിൽക്കണം എന്നുള്ള ഒരു അറിവായിരിക്കണം സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. ഞാനത് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ്, നമുക്കൊരു മോളുണ്ട്, അവൾക്ക് വേണ്ടി ഞാൻ സേവ് ചെയ്യത്തില്ല. അവൾക്ക് പഠിക്കേണ്ട എന്തുമാത്രം പഠിക്കാൻ ആഗ്രഹമുണ്ടോ, ഇൻഡിപെൻഡന്റ് ആയിട്ട് അവൾ നിൽക്കേണ്ട അവസ്ഥയെ വരെ ഞാൻ അവളെ എത്തിക്കും. അത് മാത്രമേ അവളുടെ ലൈഫിൽ ഞാൻ ചെയ്തു കൊടുക്കത്തുള്ളൂ. അവൾക്ക് വേണ്ടി എൻ്റെ ലൈഫ് ഞാൻ വേസ്റ്റ് ചെയ്യത്തുമില്ല. എൻ്റെ ലൈഫ് എനിക്കുള്ളതാണ്.
നാളെ ആർക്ക് എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. അപ്പൊ എൻ്റെ ലൈഫ് എനിക്കാണ്, എൻ്റെ ലൈഫിലെ ആഗ്രഹങ്ങൾ എനിക്ക് ഫുൾഫിൽ ചെയ്യണം. അതിന് ഞാൻ എൻ്റെ ലൈഫ് വേസ്റ്റ് ചെയ്യത്തില്ല എന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് അതിനുവേണ്ടി സപ്പോർട്ടാണ്. ഇപ്പോഴും എൻ്റെ അടുത്ത് പറയും, നീ സ്വന്തമായിട്ട് ചെയ്തോണം, ഒന്നിനും എന്നെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ ഞാൻ എന്തെങ്കിലും കാര്യത്തിന് എൻ്റെ ഹസ്ബൻഡ് അടുത്ത് ഞാൻ എപ്പോഴും ചോദിക്കും, ഇപ്പൊ ഇന്ന കാര്യം ചെയ്യണം, എനിക്ക് എമൗണ്ട് വേണം. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നീ ഒരിക്കലും ഇന്ന കാര്യം ചെയ്യാൻ എമൗണ്ട് വേണമെന്ന് എന്നോട് വന്ന് ചോദിക്കരുത്. അപ്പൊ നിനക്ക് നിന്റെ സെൽഫ് റെസ്പെക്ട് നഷ്ടപ്പെടും. എൻ്റെ മുന്നിൽ വന്ന് കൈനീട്ടി നിൽക്കുകയാണെന്നുള്ളൊരു തോന്നൽ നിനക്കുണ്ടാവും. ഒരിക്കലും അത് ചെയ്യരുതെന്ന് എന്നോട് എപ്പോഴും പറയും. ആ ലെവലിൽ എല്ലാവരും ഉയരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മക്കളെ അങ്ങനെ ഉയർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ ഹസ്ബൻഡ് മാം ഇവിടെ ഒമാനില് സൂർ എന്ന സ്ഥലത്ത് ഇന്ത്യൻ സ്കൂളുണ്ട്, ആ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഹസ്ബൻഡ് നിങ്ങളെ പോലുള്ള ഒരുപാട് ടീച്ചർമാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ കൂടെ പഠിക്കുന്ന ആരൊക്കെങ്കിലും ജോലി വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ആരടുത്തും. അപ്പൊ എപ്പോഴും എല്ലാരും എന്നെ വിളിക്കും, ടീച്ചേഴ്സ് അല്ലേ, അവർക്ക് ജോലി വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ എല്ലാരും എന്നെ വിളിക്കും. ഹസ്ബൻഡാണ് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നത്, അപ്പൊ എല്ലാരും വിളിക്കും. പക്ഷെ അതൊന്നും എനിക്ക് ജോലിയുടെ കാര്യം പറഞ്ഞാലും ഞാൻ എൻ്റെ ഹസ്ബൻഡിന്റെ കെയർ ഓഫിൽ ഒരിക്കലും കയറരുത് എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ്. സ്വന്തമായിട്ട് സ്കൂളുണ്ട്, ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസിലാണെങ്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് സ്കൂളിൽ പോകത്തില്ല. കാരണം ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യരുത്, ഞാനായിട്ട് സ്വന്തമായിട്ട് കണ്ടെത്തി പോണം എന്ന് വിചാരിക്കുന്ന വ്യക്തിയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പറഞ്ഞത്. നല്ലൊരു ഹസ്ബൻഡ് അല്ലെ, ദൈവം അനുഗ്രഹിച്ച് നല്ലൊരു ഹസ്ബൻഡിനെ ചിക്കുവിന് കിട്ടിയല്ലേ. ഓക്കെ ഓക്കെ, ഒരു ദിവസം ഒന്ന് കാണിച്ചു തന്നോട്ടോ ഹസ്ബൻഡിനെ. ഹസ്ബൻഡ് ഓക്കെ, കാണിച്ചു തരാമോ? ഹസ്ബൻഡ് ഇവിടെ ഇന്ത്യൻ സ്കൂൾ, ഇവിടെ ഒത്തിരി സ്കൂൾ ഇന്ത്യൻ സ്കൂളുണ്ട്. ഞങ്ങൾ സൂറിലാണ്, മസ്കറ്റിലെ സൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ത്യൻ സ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരുപാട് ടീച്ചർമാർ നമ്മുടെ മലയാളി ടീച്ചർമാരാണ് ഇവിടെ ഭൂരിഭാഗം. എനിക്ക് അവരുടെയൊക്കെ ഈ കഥകൾ കേട്ടപ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഈ കൂട്ടത്തിൽ കുറേ പേരുണ്ട് ഹസ്ബൻഡ് ഗൾഫിലാന്ന് പറയുന്നവര്. ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് നല്ല പൊസിഷനിലാണ്, നല്ല ജോലിയിലൊക്കെ ആയിരിക്കും. എന്നാലും ഞാൻ ഇവിടെ വന്ന് കണ്ട എൻ്റെ അനുഭവം വെച്ചിട്ട് പറയാണ്, അവരൊക്കെ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് നിങ്ങളെ സംരക്ഷിക്കണം. എനിക്ക് ഡെയിലി ഞാൻ ആൾക്കാരെ കാണുമ്പോൾ അവരൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക്, കാരണം അവരൊക്കെ ഒരു നേരം ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരിക്കും, പൈസയൊന്നും ഇതിനൊരു ഇതില്ല, പക്ഷെ ഒരു നേരം ആഹാരം അവർക്ക് കഴിക്കാൻ പറ്റില്ല. അതുപോലെ കഷ്ടം, വെയിലത്ത് മഴയത്തൊക്കെ നിന്ന് അവര് കഷ്ടപ്പെട്ടിട്ടാണ് പൈസ ഉണ്ടാക്കി നിങ്ങൾക്ക് തരുന്നത്. ആ പൈസ നിങ്ങൾ നല്ല രീതിയിൽ ചെലവാക്കണം, അല്ലാതെ മിസ്യൂസ് ചെയ്യരുത്. കാരണം ഇവിടെ വന്നിട്ട് ഓരോ മനുഷ്യരുടെ അനുഭവങ്ങൾ അവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സങ്കടം സഹിക്കായിരുന്നു. എല്ലാവരും ഗമയ്ക്ക് പറയും, എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്, എൻ്റെ അച്ഛൻ ഗൾഫിലാണെന്ന് മക്കള് ഗമയ്ക്ക് പറയും. പക്ഷെ അവരിവിടെ അനുഭവിക്കുന്നുണ്ടല്ലോ ഇത്ര മണിക്കൂർ ജോലി, ആ ജോലിയിൽ ഒരു നേരം ആഹാരം കഴിക്കാൻ പറ്റാതെ, വെള്ളം കുടിക്കാൻ. പക്ഷെ അവർക്ക് സമ്പാദ്യം ഉണ്ടായിരിക്കും, ഇല്ലെന്നൊന്നും പറയും. അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ സമ്പാദിക്കുന്നത്, അതുപോലെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചാണ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്. ഓരോരുത്തർ അനുഭവം വെക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. കഴിഞ്ഞ ദിവസം ഒരു ആങ്കിള് 5 വർഷമായി നാട്ടിൽ പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ പോവാത്ത? പൈസ ഇല്ല, കാരണം കിട്ടുന്ന ശമ്പളം വീട്ടിൽ അയച്ചു കൊടുക്കുക. ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് എനിക്ക് പൈസ തികയുന്നില്ല, ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം നോക്കണ്ട. അതുകൊണ്ട് 5 വർഷമായിട്ട് സ്വന്തം വീട്ടിൽ പോകുന്നില്ല, ഭാര്യയെ കാണുന്നില്ല, മക്കളെ കാണുന്നില്ല. ഒന്ന് ആലോചിക്കുക, ഒരു ജീവിതം നമുക്കിപ്പോ നാളെ എന്ത് സംഭവിക്കാന്ന് അറിയാത്തൊരു ജീവിതം. ആ ജീവിതത്തിൽ സ്വന്തം ഭാര്യയെ കാണാൻ പറ്റാതെ, സ്വന്തം മക്കളുടെ സ്നേഹം അനുഭവിക്കാതെ അവരനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ കൂട്ടത്തിലുള്ള ഹസ്ബൻഡൊക്കെ ഗൾഫിലാണെന്ന് പറയുന്ന ഭാര്യമാരോട് എനിക്ക് പറയാനുള്ളത്, അവരും ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ചിലപ്പം നല്ല ആൾക്കാരും ഉണ്ടായി ചെയ്ത, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവർ ഒരുപാട് സഫർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പൈസ തരുന്നത്. അത് നിങ്ങൾ അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക. എൻ്റെ ഹസ്ബൻഡ് എന്നോട് എപ്പോഴും പറയും, ഇവിടെ അത് വാങ്ങിച്ചോ, ഇത് വാങ്ങിച്ചോ എന്നൊക്കെ പറയും. ഞാൻ പറയും, ആവശ്യമുള്ളത് വാങ്ങിക്കാം, ആവശ്യമില്ലാത്തത് വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഞാൻ പറയാം. മക്കളെ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ട് അറിഞ്ഞ് പഠിപ്പിക്കണം. ഓക്കെ,
നമുക്കിപ്പോ എന്ന് പറയാതെ ബുദ്ധിമുട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ചെറുപ്പത്തിൽ ജീവിച്ചത് അതുപോലെ ബുദ്ധിമുട്ട് അറിഞ്ഞുകൊണ്ട് പഠിപ്പിച്ച് അങ്ങനെ വളർത്താനായിട്ട് ശ്രമിക്കണം. അപ്പോ ടൈം ആയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞല്ലോ ട്യൂസ്ഡേ ഓണം സെലിബ്രേഷൻ ആണ്. അപ്പൊ ഒരു ആങ്കർ വേണം കോർഡിനേറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ മറ്റുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം. ഇനി അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് നമുക്ക് പറയാനുണ്ട്. രേഷ്മ ആരോ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നെക്സ്റ്റ് വീക്ക് നമുക്ക് പറയാം. ഓക്കെ, സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, സന്തോഷം. ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നതെന്ന് അറിയോ? ഓരോ ടോപ്പിക് ചില ടൈമിലൊക്കെ ഇങ്ങനെ ആക്ടിവിറ്റി തന്നിട്ട് പറയിപ്പിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ചിൽ ചെയ്യാനായിട്ടോ? എന്താണ് ഉദ്ദേശിച്ചത്? അതെ, നമ്മളിപ്പോ ടീച്ചേഴ്സ് ആവാൻ പോകുന്ന സ്റ്റുഡൻസ് ആണല്ലേ. അതുകൊണ്ട് ഇപ്പോ മറ്റുള്ളവരുടെ ഇപ്പൊ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ചെയ്യാൻ മടിച്ചു നിൽക്കുക, അല്ലെങ്കിൽ ഒരു ഷെയിം, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ അറിയുമ്പോ അല്ലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തുചാടി പറയാനായിട്ടുള്ള ഒരു രീതിയിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഓരോ ടോപ്പിക് വൈസ് തരും. അപ്പൊ നിങ്ങൾ സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ടും ഷെയിം ഉണ്ടാവാതിരിക്കാനായിട്ടും കൂടിയാണ് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല, സാരില്ല. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറയാം. താങ്ക് യു. താങ്ക് യു മാം. ആരാ പറയുന്നത്? സൈൻ ഔട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആരൊക്കെ പറയോ സൈൻ ഔട്ട്? ഫാത്തിമയായിരുന്നു പറയാന്ന് പറഞ്ഞത്. ഫാത്തിമ ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, ആരെങ്കിലും പറയാൻ പറ്റുമോ? ആയില്ലേ? ആരുമില്ല തോന്നുന്നു. ജസ്റ്റ് ആരെങ്കിലും? Good afternoon, everyone. We have discussed about our experiences, everything. Thank you, dears, for sharing your all the emotions, everything to us. Thank you, ma'am. Have a nice day. Okay, thank you. Next class.